പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞ ഒരു ഡീൽ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ ഓപ്പണായിട്ട് SDP ഒക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, മാധ്യമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് BJP ജയിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ BJP ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. അല്ല, അത് സ്വാഭാവികമാണ്. അത് ഇന്ന് തൊട്ട് തുടങ്ങിയല്ല, വളരെ കാലങ്ങളോളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ K. സുരേന്ദ്രനൊക്കെ മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ ചെറിയ വോട്ടിനാണ് തോൽക്കാൻ, 79 വോട്ടിനോ. അത് തോൽപ്പിച്ചതാണ് 100%. അത് അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം. അപ്പം BJP വളർന്നാൽ അതിന് ചെറിയ ഉദാഹരണം തന്നെയാണ്. എൻ്റെ പഞ്ചായത്തിനകത്ത് ഞങ്ങൾ 3 സീറ്റ് പിടിച്ചു, പിന്നെ 3 6 10 BJP അവിടെ ന്യൂനപക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അവിടെ ആർക്കും അസൗകര്യമൊന്നുമില്ല, ഒരു അസ്വാരസ്യമില്ല. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഒത്തൊരുമയോടുകൂടി കഴിയുന്ന സ്ഥലങ്ങളാണത്. അപ്പോൾ ഇവര് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഒരു തവണ വന്നാൽ പിന്നെ ആ സീറ്റ് എവിടേക്കും പോകുന്നില്ല, BJP കയ്യിൽ തന്നെയാണ്. അത് ഇവർക്ക് അറിയാം. BJP സംഘടനാ സംവിധാനങ്ങളും ശേഷിയും അവർ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന രീതികളും അവർ ജനങ്ങളോട് സേവിക്കാനുള്ള താല്പര്യം ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം. അത് ഒരു അവസരം കിട്ടുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഈ മണ്ഡലത്തിൽ എനിക്കൊരു അവസരം കിട്ടുമ്പോഴാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ മണ്ഡലത്തെ ജനങ്ങൾക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അവസരം കിട്ടുമ്പോഴാണ് അത് അറിയുള്ളൂ. അപ്പോൾ ഒരു തവണ അവസരം കിട്ടിയാൽ പിന്നെ BJP കൈവിടില്ല ഒരു മണ്ഡലവും. അപ്പൊ അതുകൊണ്ട് BJP വരാതിരിക്കാൻ ഇവർ ഒന്നിക്കുന്നു എന്ന് തന്നെയാണ്. യാതൊരു സംശയം വേണ്ട. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഞാൻ ജയിക്കാമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ 2 പേരും ചേർന്ന് ഒരാളെ ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ഒരു 2 അല്ല, അവര് 1 തന്നെയാണത്. സമീപ ഭാവിയിൽ ഇവിടുത്തെ കേന്ദ്രത്തിലുള്ള ഇന്ത്യ മുന്നണി കേരളത്തിലും വരും. അത് അധികം വിദൂരല്ല. അത് ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറുന്നത് നമ്മളുണ്ട്. LDFിലുള്ളവർ അങ്ങോട്ട് പോകുന്നത്, ഇവൻ BJPയിലോട്ട് വരുന്നുണ്ട്. അത് പക്ഷെ ഒരു ആളുകളുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ഒരു ഇമേജ് വരണം. കാരണം ഇന്നലെ വരെ വേറൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാള് ഇന്ന് ഇപ്പൊ NDA തന്നെ പറയാം, NDയിലോട്ട് വന്നാൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതൊരു നെഗറ്റിവിറ്റി വരുന്ന ഒരു കാര്യമല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടന നമ്മുടെ അടുത്ത് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനാണ്. അപ്പം ഏതെങ്കിലും ഒരു പ്രമുഖനായ ഒരു വ്യക്തി നമ്മുടെ പാർട്ടിയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ സീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അർഹമായ പ്രാധാന്യം കൊടുക്കുക, ഇത് സംഘടനയുടെ കീഴ്വഴക്കാണത്. പല പാർട്ടിയിൽ നിന്നും വന്ന ആളുകൾ ഉണ്ട് ഈ പാർട്ടിക്കകത്ത്. അവരെ മാറ്റി നിർത്താനല്ല, ചേർത്ത് നിർത്താൻ തന്നെയാണ് നമ്മൾ തീരുമാനം. തൃശ്ശൂരായാലും നാട്ടികയായാലും നമ്മൾ കാണുന്നതാണ്. അവര് ഇന്നലെ വരെ മറ്റൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്നവര് ഇന്ന് നിങ്ങൾ ഒരു മുൻ സീറ്റിൽ കൊടുക്കുമ്പോൾ അത് ഇത്രകാലം ആ ഒരു പാർട്ടിയിൽ വിശ്വസിച്ച ജനങ്ങൾക്ക് ഒരു ഇത് വരില്ല. അങ്ങനെ ഞാൻ ഉദ്ദേശം മനസ്സിലായല്ലോ, അങ്ങനെ വരില്ലേ അത്? അതെ, BJPയിൽ അങ്ങനെ വരുന്നതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. BJPയിൽ വിശ്വസിക്കുന്ന ഒരു വോട്ടർക്ക് ഇന്നലെ മറ്റൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഇന്നോടെ കൊണ്ടുവന്നിരുത്തുന്നു, അവർക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് വോട്ട് കുറയാൻ സാധ്യതയില്ലേ? അങ്ങനെ ചിന്തിക്കില്ലേ കുറച്ചൊരു വിഭാഗം വോട്ടേഴ്സ്? നമ്മള് നാട്ടികയിലാണ് നമുക്കിപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെ അതെ. നാട്ടികയിലെ നോക്കിക്കഴിഞ്ഞാൽ സംഘടനാ സംവിധാനം മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അദ്ദേഹത്തെ ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അതൊരു സന്ദേശമാണ്. ആര് വന്നാലും അവർക്കൊപ്പം നിന്ന്, അവിടെ അസ്വാരസ്യങ്ങളൊന്നുമില്ല, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, അവരെ ജയിപ്പിച്ച് സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതാണ് പാർട്ടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് നല്ല രീതിക്ക് അവിടുന്ന് പുതിയ ആളുകളൊക്കെ വന്നവർക്ക് എല്ലാവർക്കും അർഹമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആരെയും മാറ്റി നിർത്തിയില്ല, എല്ലാവരും ചേർത്ത് നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അപ്പൊ ഇതിന്റെ അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചിലപ്പോൾ ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ആളുടെ പ്രതീക്ഷകൾ ഇല്ലാതാവാം. ഇനി അങ്ങനെ ആൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും ആ നഷ്ടപ്പെട്ട ആൾക്കറിയാം സമീപ ഭാവിയിൽ ഈ സംഘടനയ്ക്കകത്ത് അവർക്കും വേണ്ട പരിഗണന കിട്ടുന്നുണ്ട്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെ പോകുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനൊക്കെ സംഘടനയിൽ വരുന്ന സമയത്ത് ഒരു മെമ്പർ എന്നത് സ്വപ്നം മാത്രമേ ഉള്ളൂ. മെമ്പറില്ല, ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. അതും മാത്രമല്ല, ഞാനൊക്കെ ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്ത് ഈ സംഘടനയോട് കൂടി ചേർന്നാണ്. അതേ സ്ഥലത്ത് അന്ന് ഞാൻ ഈ സംഘടനയോട് കൂടി ചേർന്നത് വേറെ ഒരു സംഘടനയോട് കൂടി ചേർന്നിരുന്നെങ്കിൽ ഞാൻ MLA ആവുമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പദവി കിട്ടിയിട്ട് ഞാൻ വേർന്നിരിക്കാം. പക്ഷെ ഈ സംഘടനയോട് കൂടി ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ ഇതിനൊന്നും കിട്ടിയില്ലെങ്കിലും അതൊരു മനസ്സുഖം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംഘടനയോടൊപ്പം പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകൾ ഒന്നും പ്രതീക്ഷിക്കാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ല,
പക്ഷെ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുന്നത് എൻ ഡി എയിലേക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും മറ്റേ റിട്ടയർമെന്റ് ലൈഫിൽ നല്ല ഉയർന്ന പൊസിഷനിലേക്ക് ഇരുന്ന ആളുകൾ അവരെ ആശ്രയിക്കുന്നത് ബി ജെ പിയെ. ഓടിപ്പോയിട്ട് മറ്റു പാർട്ടികൾക്ക് അല്ല പോകുന്നത്, ബി ജെ പിയിലോട്ട് വരുന്നത്. എന്നിട്ട് ബി ജെ പിക്ക് എന്താ കേരളത്തിലുള്ളത്? ഒരു സീറ്റ് പോലും ഇല്ല. ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പിയെ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ പാർട്ടിക്കകത്ത് നല്ല കുറെ വശങ്ങളുണ്ടെന്ന് തന്നെയാണ് അത് നമ്മൾ അനുഭവിക്കുന്നത്.